ഹായ്. അപ്പം നമ്മുടെ സാണവാസ് പുറത്ത് പോയിനോ തിരിച്ചകത്ത് കയറിയെന്നോ കേൾക്കണം. പക്ഷെ നമ്മുടെ പ്രൊമോയിൽ അങ്ങനെ കാണിക്കണുള്ള വഴക്കുണ്ടാക്കണതായിട്ടാണ് കാണിക്കുന്ന സാണവാസ്. ആട്ടുതോളിട്ട ചെന്നായിരൻ പറഞ്ഞ ഏതാണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷെ വേറെ ഒന്നുമല്ല അതിനകത്ത് കാണിക്കണേ. പക്ഷെ പുറത്ത് പോയി പിന്നെ അകത്തോട്ട് കയറിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ പക്ഷേ പുള്ളിക്ക് അത് അതിലോട് പറഞ്ഞു ആ വിഷയം അനീഷ് ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ പുള്ളിക്കാരി ധൈര്യമായിട്ട് ചോദിക്കുക പറഞ്ഞോന്ന് പറഞ്ഞ ഒരു ധൈര്യം കൊടുത്തിട്ട് ലാസ്റ്റ് പുള്ളിക്കാരി ഞാൻ നോമിനേഷൻ വരുമ്പോൾ പുള്ളിക്കാരി തന്നെ എണിച്ച് ചാടി സാണവാസ് കൂടെ പറഞ്ഞില്ല. ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ ആരും മുമ്പും പറയും എങ്ങനെയും പറയും, ഞാൻ പറയുമെന്ന് മാത്രം പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി അത് പെട്ടെന്ന് എടുത്ത് ചാടി. പുള്ളിക്കാരിക്ക് ആ അനുഭവം അല്ല, സാണവാസിന് പറ്റുന്നത് സാണവാസാണ് പറയേണ്ടത്. അതിന് മുമ്പ് പുള്ളിക്കാരി ചാടി പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒന്നും പറഞ്ഞില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അന്നും അനുമോളെ അങ്ങനെ തന്നെ ആൾക്കാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തേ. അതിലേക്ക് പുറകിരുന്ന് മുമ്പിലേക്ക് പാവമായിട്ട് ഇങ്ങനെ ഇരിക്കും, ഒന്നും അറിയാത്തപ്പോൾ ഇരിക്കും. പുറകിരുന്ന് നന്നായിട്ട് കുത്താൻ നന്നായിട്ട് അറിയാം. എന്നിട്ട് അനുമോളെയും അങ്ങനെ തന്നെ അനുമോളെ പറഞ്ഞു കൊടുത്തത് അതില പിന്നെ മസ്താനി ഇവരൊക്കെ കൂടി ചെയ്യുന്ന ഈ തെരുവ് കേട്ട് ഞങ്ങൾ സപ്പോർട്ട്. അപ്പോൾ നമുക്കൊരു ആളുടെ സപ്പോർട്ട് ഇട്ടില്ല, എനിക്ക് ഇവർ സപ്പോർട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ കാലും കൈയും മാറി. പിന്നെ അങ്ങനെ അനുമോൾ അന്നും കൂടി നോമിനേഷൻ മറ്റേ പറയാനടുത്ത് പറഞ്ഞ് അതിലെന്നെ പുറകെ ഇരുന്ന് കുത്തി ലാലേട്ടിന് മുമ്പ് തന്നെ ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു. അതേ റീസൺ തന്നെയാണ് ഇവിടെ സാണവാസിന്. പുള്ളിക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞില്ലായിരുന്നു. ഈ ആദിലോട് പറയുകയും ചെയ്ത്, ആദിലെങ്ങനെ നോമിനേഷനിൽ പറയുകയും ചെയ്ത് പുള്ളിക്ക് പിന്നെ പറയാതിരിക്കാനും പറ്റില്ല. പുള്ളിക്കാർ പേരെടുത്ത് പറഞ്ഞു സാണവാസിക്കൊക്കെ ഇവിടെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് പറയാനും പറ്റില്ല. അപ്പം പുള്ളിക്കാരനക്ക് ഭയങ്കര വിഷമമാണ് ആദിലോട് പറഞ്ഞ. ഇപ്പോൾ ആദില സാണവാസിനെ കണ്ടപ്പോൾ തിരിച്ചറിയില്ല സാണവാസ് ആരാണോ എവിടെ നിന്ന് ഒന്നും അറിയാൻ പാടില്ല. ഇപ്പോൾ റിയാസ് വന്നിട്ട് പോയി പിന്നെ പുള്ളിക്ക് എല്ലാം കണ്ണ് മൊത്തം കണ്ണ് കാണാത്ത രീതിയിലേക്ക് ഇരിപ്പാണ്. അപ്പോൾ പുള്ളിക്ക് വിഷമം കൊണ്ട് എന്താണ് പുള്ളിക്ക് വിഷമം ഉണ്ടാവും. ആൾക്കാർ എന്ത് തെറ്റിച്ചിട്ടുണ്ടാവും, എന്തോ ചെയ്യുക, എല്ലാ മനുഷ്യനും കൂടുതൽ ടെൻഷനാണ്. പിന്നെ വീട്ടുകാർ എന്താണോ ഇവിടെ എങ്ങനെയാണോ അങ്ങനെ അപ്പോൾ അത് കാരണമാണ് പുള്ളി പറയുന്നത് ആട്ടുതോളിട്ട ചെന്നായ്ക്കളെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പം പുള്ളിക്ക് വിഷമം ഉണ്ടാവും, ഇല്ലാണ്ടല്ല. അതിലാ പുറകെ നിന്ന് നന്നായിട്ട് കുത്തി.